നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നീതി കിട്ടും. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതി ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും, ഫ്യൂച്ചർ ആയിരിക്കും മുന്നോട്ട് ഈ റിലേഷനിൽ വരുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്, വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ റിലേഷനിൽ ഇടുന്ന എഫേർട്ട് ഒക്കെ അത് ആത്മാർത്ഥമായിട്ടാണെന്നാണ് കാണിക്കുന്നത്. അവർ ഫേക്ക് ആയിട്ടുള്ള ഒരാളല്ല, ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന, ഈ റിലേഷനിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ റിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ എപ്പോഴും കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് ക്രിയേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഈ റിലേഷനിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലൈഫ് ലോങ് വേണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ, റിലേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അപ്പോൾ അതൊക്കെ വർക്കായി വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിട്ട എഫേർട്ട്, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിട്ടാണ് കേട്ടോ. അതാണ് ഇവിടെ ഈ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആ യൂണിവേഴ്സിലോട്ട് ഇട്ട് കൊടുത്തുള്ള ആ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജിക്ക് തിരികെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ റീഡിംഗ് കാണുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്ന എനർജി, നിങ്ങളുടെ ചിന്തകൾ എന്താണ്, നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾ പുറത്ത് കൊടുക്കുന്നത്, ആ പുറത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അല്ലാതെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ എപ്പോഴും നെഗറ്റിവിറ്റിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുമോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് തോട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റഡ് ആവുക. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മുന്നോട്ട് എനിക്ക് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോവില്ല, അവർ തിരികെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക. ഇതൊക്കെ നിർബന്ധമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു, ഇപ്പം എന്ത് കാര്യം കണ്ടാലും നിങ്ങൾക്ക് അതിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുക? ഒരിക്കലും നടക്കില്ല. അപ്പോൾ നിങ്ങൾ വീക്കാണ്, നിങ്ങളുടെ എനർജി വീക്കാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ വരിക. അല്ലാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കാണുന്ന രീതിയിലൊക്കെ മാറ്റം വരുത്തണം. നിങ്ങൾ വർത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആദ്യം. ഓക്കെ, നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, എനിക്ക് ഒരു വാല്യൂ ഉണ്ട്, ആ ഒരു വാല്യൂ മറ്റുള്ളവർ എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വാല്യൂവിൽ ഉറച്ചു വിശ്വസിക്കണം. എനിക്കൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു വാല്യൂ കിട്ടുള്ളൂ.
അല്ലാതെ ഒരു വാല്യുബിളും അല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് വാല്യൂ ഇല്ല, ഈ പേഴ്സന്റെ മുന്നിൽ ഞാനൊരു വാല്യൂ ഇല്ലാത്ത ഒരാളാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലാതെ, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം നിങ്ങളിലേക്ക് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ ഞാൻ വീക്കാണ്, എനിക്ക് അത്രമാത്രം ഒരു വാല്യൂ ഒന്നുമില്ല, എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിലേഷൻ കിട്ടിയാൽ അവർ പോവും എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ്? നിങ്ങളെപ്പോലുള്ള ഒരു പേഴ്സൺ വേറെ ഇല്ല, നിങ്ങൾ വ്യത്യസ്തനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവണം. അല്ലാതെ എല്ലാം ഉണ്ട് തികഞ്ഞ ആളാണെന്നല്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണോട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു രീതിയുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ, ആ ഒരു സ്നേഹം അതൊന്നും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ റിലേഷൻ ബെറ്റർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരുന്ന ഒരു എനർജിയാണ്, മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ, അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലേഷനിലൊരു ചേഞ്ച് വരും, നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഭാഗത്തു നിന്നുള്ള ചേഞ്ചസ് ഉണ്ടാവും. യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും ഒന്നിച്ച് കണക്റ്റഡ് ആവാനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, അശ്വതി, എറണാകുളം, പാലക്കാട്, ഉത്രട്ടാതി, മകം, ഏപ്രിൽ, പത്തനംതിട്ട, 1991, ലെറ്റർ W, 1987. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.